കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണു പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന വാർത്തയാണ് ആദ്യം നൽകാനുള്ളത്. മരുന്നുകളോട് ഉമാ തോമസ് പ്രതികരിക്കുന്നുണ്ട് എന്നും കൈകാലുകൾ ചലിപ്പിച്ചുവെന്നും ഡോക്ടർമാർ പറയുന്നു. ആദ്യം പ്രതികരണം കാണാം. നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണു തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്കെ പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്കെ പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. അതേസമയം അപകടത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കും. മൃദംഗ വിഷന്റെ രക്ഷാധികാരിയായ നടൻ സിജോയ് വർഗീസിൽ നിന്നും വിവരങ്ങൾ തേടാനും അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ആവശ്യമെങ്കിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ വേദിയിലെ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. GCDA അധികൃതർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF തൃക്കാക്കര നിയോജക മണ്ഡലം കമ്മിറ്റി DGPക്ക് പരാതി നൽകി. ആദ്യം ഉമാ തോമസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ലേബി സജീന്ദ്രൻ നൽകും. ലേബി, ഉമാ തോമസ് പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന വിവരമാണ്. ഇപ്പോൾ കൈകാലുകൾ അനക്കിയെന്ന് പറയുന്നു, മക്കളോട് പ്രതികരിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ ബ്രെയിനിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് ആകുന്നു എന്നതിന്റെ സൂചനയല്ലേ? എന്താണ് ഡോക്ടർമാർ പറയുന്നത് ലേബി? സ്മൃതി, ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇന്ന് റിനൈ മെഡിസിറ്റിയിൽ നിന്ന് രാവിലെ വന്നിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ബ്രെയിനിന്റെ ബോധാവസ്ഥ അളക്കുന്നതിന്റെ ഭാഗമായി സെഡേഷൻ നിർത്തിവെച്ചു. തുടർന്ന് 7 മണിയോടെ ഡോക്ടർമാരോടും അതുപോലെ മക്കളോടും പ്രതികരിച്ചു. മക്കളായ വിഷ്ണുവും വിവേകും അകത്ത് കിടന്ന് വിളിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച് കണ്ണു തുറന്നു. കയ്യിൽ പിടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കയ്യിൽ പിടിച്ചു, കയ്യിൽ മുറുക്കെ പിടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മുറുക്കെ പിടിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ബുദ്ധിക്ക് അല്ലെങ്കിൽ ബ്രെയിന് ആഘാതമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. മക്കളോടും പ്രതികരിച്ചു, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ചോദ്യങ്ങളോടും പ്രതികരിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യം ബ്രെയിൻ സംബന്ധിച്ച് അത് ഇന്നലെയും പറഞ്ഞിരുന്നതാണ് സ്മൃതി. പ്രത്യേകിച്ച് ഇന്റേണൽ ബ്ലീഡിംഗ് ഇല്ലായിരുന്നു, തലയോട്ടിയിലെ പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു, അകത്ത് ഏതെങ്കിലും രീതിയിൽ ക്ഷതം സംഭവിച്ചോ എന്ന ആശങ്ക മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് ഉള്ള പ്രതികരണം വന്നപ്പോൾ ആ ആശങ്ക മാറുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമുള്ളത് ലങ്സിനേറ്റ പരിക്കാണ്. അതാണ് ഏറ്റവും ഗുരുതരമായി ഈ ഘട്ടത്തിൽ കാണുന്നതും. 4 വാരിയലുകളാണ് ഒടിഞ്ഞ് ലങ്സിലേക്ക് കയറി ക്ഷതമുണ്ടായിരിക്കുന്നത്. അതിലെ നീരുവീക്കമുണ്ടായിരുന്നു. ഇന്നലെ ഇൻഫെക്ഷൻ തുടങ്ങിയിരുന്നു. ഇന്നലെ രാവിലെ ആന്റിബയോട്ടിക് ആരംഭിച്ചിരുന്നു. എന്നാൽ അതിലും നേരിയ പുരോഗതിയുണ്ട് എന്ന വളരെ ആശാവഹമായ ഒരു വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. എന്നാൽ ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്ന് ഈ ഘട്ടത്തിലും പറയാനാകില്ല. എങ്കിലും ഉമാ തോമസ് ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ഏറ്റവും ശുഭ സൂചന നൽകുന്ന വാർത്ത തന്നെയാണ്. ഇപ്പോൾ ലങ്സിന്റെ പ്രവർത്തനത്തിലും അല്പം കാര്യങ്ങൾ മെച്ചപ്പെടുന്നു. ലങ്സ് ശരിയായാൽ മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നാണല്ലോ, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിന് എത്ര താമസം എടുക്കും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഡോക്ടർമാർ നൽകിയോ? സ്മൃതി, തീർച്ചയായും അത് കുറച്ചുകൂടി കാലതാമസം വേണ്ടിവരും. വെന്റിലേറ്റർ സപ്പോർട്ട് ഉടൻ മാറ്റാനാകില്ല. കഴിഞ്ഞ ദിവസവും പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ ശ്വാസകോശ വിദഗ്ധർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ശ്വാസകോശ വിദഗ്ധരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ അവസ്ഥയിൽ ശ്വാസകോശ സംബന്ധമായ ക്ഷതവും അത് സംബന്ധിച്ചുള്ള ഇൻഫെക്ഷനും മാറണമെങ്കിൽ കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് വെന്റിലേറ്റർ മാറ്റുക എന്നത് സംഭവ്യമല്ല. എങ്കിലും ഏറ്റവും പെട്ടെന്ന് അത്ഭുതകരമായി തിരിച്ചു വരട്ടെ എന്ന് നമ്മൾക്ക് ആശിക്കാം. അപ്പോഴും കുറച്ചു ദിവസം വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. ഈ ആരോഗ്യാവസ്ഥയ്ക്ക് പുരോഗതി, ആശാവഹമായ പുരോഗതി എന്ന് നമ്മൾ പറയുമ്പോഴും പൂർണ്ണമായി അത് സുഖപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നല്ല, എങ്കിലും അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്നുമല്ല. എങ്കിലും ഇതിൽ ബ്രെയിനിന്റെ അവസ്ഥയിലും അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ അവസ്ഥയിലും പുരോഗതിയുണ്ട്. ശ്വാസകോശ സംബന്ധമായ ആശങ്കയാണ് ഇന്നലെ മുഴുവൻ ഡോക്ടർമാർ പങ്കുവച്ചിരുന്നത്. അതിലും പുരോഗതി കണ്ടെത്തിയിരിക്കുന്നു. അത് സ്വാഭാവികമായും വെന്റിലേറ്ററിൽ കുറച്ചു ദിവസങ്ങളിൽ തുടരേണ്ടി വരുമെങ്കിലും വളരെ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്നത്. ശരി.